പിന്നെ ഞാൻ എപ്പോഴും മനസ്സിൽ കരുതുന്ന ഒരു പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഇതെന്റെ ഉപ്പൊക്കെ പറയലുള്ളൂ. അതായത് നമ്മള് കേരളത്തിൽ പഠിക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്നുള്ള മറ്റ് ജില്ലകളിൽ നിന്നുള്ള കുട്ടികളൊക്കെ വരും. അപ്പൊ നമുക്ക് തിരുവനന്തപുരത്തു നിന്നും പാലക്കാട് നിന്നും കോഴിക്കോട് നിന്നും കാസർഗോഡ് നിന്നൊക്കെ ഉള്ളവരായിരിക്കും നമ്മളെ ഫ്രണ്ട്സ്. നമ്മൾ ജോർജിയ അതല്ലെങ്കിൽ ഉസ്ബെക്കിസ്ഥാന് അതല്ലെങ്കിൽ ഇങ്ങനത്തെ മോൾഡോവ ഇങ്ങനത്തെ രാജ്യങ്ങൾ പഠിക്കുമ്പോൾ ഇവിടെ എല്ലാ നാഷണാലിറ്റീസും ഉണ്ട്. ഇപ്പൊ നിങ്ങൾ തന്നെ ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആഫ്രിക്കൻസിനെയും മറ്റേ അറബ്സും അങ്ങനെ ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ കരിയറിൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കില്ല ഇപ്പൊ ഫ്യൂച്ചറിൽ അവിടെ പോയിട്ട് വർക്ക് ചെയ്യുമ്പോഴൊക്കെ. അതെങ്ങനെയാന്ന് വെച്ചാല് അവരെ രീതി, അവരെ കൾച്ചർ രീതി അതൊക്കെ നമുക്ക് അവർ ഇങ്ങനെ പറഞ്ഞു തരും. അവർ ഭയങ്കര ഫ്രണ്ട്ലി ആവും. ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ രാജ്യത്തുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടുന്ന് MBBS കഴിഞ്ഞിട്ട് ലോകത്ത് എവിടെ പോയാലും അവിടെ ഒരു ഫ്രണ്ട് ഉണ്ടാവും. ആ രീതിയിൽ അത്രയും നാഷണാലിറ്റീസ് ഇവിടെ വന്ന് പഠിക്കുന്നതുകൊണ്ട് നമ്മൾ അലുമിനി നെറ്റ്വർക്ക് ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പൊ ഇത് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എനിക്കും MBBS കംപ്ലീറ്റ് ആക്കിയോണ്ട് തന്നെ എനിക്ക് ലോകത്തു നിന്നുള്ള യൂറോപ്യൻ രാജ്യത്തു നിന്നും അതല്ലെങ്കിൽ US നിന്നും ഒക്കെ ഉള്ള ഫ്രണ്ട്സിന്റെ ഒപ്പം പഠിച്ചവരുണ്ട്. സോ നമ്മളിപ്പോ ഏത് രാജ്യത്തേക്ക് പോകുമ്പോഴും അവിടെ ഹോസ്റ്റൽ ജീവിക്കാനും അവിടെ ഏതൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നും അവിടെ PG ഓപ്ഷൻ ഒക്കെ നമ്മൾ പറഞ്ഞാൽ തന്നെ അവരവിടുന്ന് അപ്ലൈ ചെയ്യുന്നൊക്കെ കാണാൻ പറ്റും. സോ ഇത് കരിയറിൽ നല്ല രീതിയിൽ ബെനിഫിറ്റ് ആവും.